ബൺമസ്കേ ട്രെൻഡ് അല്ലേ? കഴിച്ചാ ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. 1 കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടൺ ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺമസ്ക് ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻ കോസ്റ്റ് മാത്രം മേ ബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വിലക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്ന ഡാൽഡയാണോ? അതൊന്നുമല്ല, അതിനേക്കാളും വില കുറഞ്ഞ സാധനമുണ്ട്, മാജറിയും. 1 കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിങ്, വെൽവെറ്റിയ, സോഫ്റ്റ്, പൊളിയ. പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് കത്തു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഒരു തവണ കഴിച്ചാലല്ല, നിങ്ങൾ ആ ട്രെൻഡ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. 1, 2, 3, 10 തവണ കഴിച്ചിട്ടുണ്ടാവും. സ്ഥിരമാക്കണ്ട. മലയാളികൾ അങ്ങനെയാണല്ല. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ബൺമസ്ക് ഒന്നും അങ്ങനെ അല്ല. ബൺമസ്ക് നിങ്ങളെ പിടിച്ച് കടിച്ച നീ അവന്റെ ബിസിനസ് കൂട്ടിക്കൂല. പിന്നെ ബിസിനസ് നീ അത് വിടി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, വിൽക്കുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്നാത്തിന്റെ കേടാണ്? നിങ്ങൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ? എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിട്ട്. അവൻ ജീവിക്കുന്നത് പറക്കാനാ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദ സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ നിന്ന് മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പ്യുവർ ബട്ടറാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്, എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? ഇത് ബട്ടറാണ്, നിങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആ പാട്ടുണ്ടായിരുന്ന മാനവും പോയി. ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെല്ലാം തോന്നി. അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യം. എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? നീ ഊതിക്കുക, പക്ഷേ അതിപ്പോഴൂതുന്ന ആസനത്തിലൂത്. ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് ഈ ബൺമസ്കൊക്കെ വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചിട്ട് നിങ്ങൾ ഇതിനെ ഉപദ്രവിക്കുന്നു. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഫുഡ് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഏത് റവന്യൂ സ്ട്രീം ആയാലും, കുറവ് റവന്യൂ, കൂടുതൽ റവന്യൂ, എന്തോ ആയിക്കോട്ടെ, ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശം ഒന്നും ഉപയോഗിക്കില്ല. എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോ പറഞ്ഞത് ഒന്ന് അനുഗ്രഹിച്ചു. നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. അതാണ് അതിന്റെ പ്രധാന കാരണം. ഒരു ഉദാഹരണം പറയാം, ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ. ഇനി ഇവിടെ കുഴപ്പമില്ല. കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് ഒടുക്കത്തെ ബിഡൻസ് ഒന്നും നിർത്തിക്കൂട്. പ്രായം കൊറേ ആയല്ലേ. മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.